നമസ്കാരം. കണ്ടവം പെരുവ ഭാഗങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും നിരവധി പാലങ്ങളാണ് തകർന്നു പോവുകയും ഒലിച്ചു പോവുകയും ചെയ്തത്. നിരവധി ജനങ്ങളുടെ ആശ്രയം കൂടിയാണ് ഈ ഒരു പാലം. ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പാലങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. കണ്ണവത്തു നിന്നും പെരുവയിലേക്കുള്ള 5 കിലോമീറ്റർ പരിധിയിൽ 4ഓളം പാലങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ 3ഓളം പാലങ്ങൾ ഒലിച്ചു പോവുകയും ഗതാഗതയോഗ്യമല്ലാത്ത പാലവുമാണ്. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പന്നിയോടിനെയും കോളയാട് ഗ്രാമപഞ്ചായത്തിലെ ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് തീരായം തൂക്കുപാലം. മിക്ക വർഷങ്ങളിലും പുതിയ പാലം നിർമ്മിക്കുന്നത് ഇവിടത്തുകാർക്ക് ശീലമായിരിക്കുകയാണ്. മുള കൊണ്ടും മറ്റ് മരത്തടികളും ഉപയോഗിച്ചുമാണ് തീരായം തൂക്കുപാലത്തിന്റെ നിർമ്മാണം. ഈ മേഖലകളിൽ താമസിക്കുന്ന യുവാക്കളും സംഘവും ചേർന്നാണ് പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. ചിറ്റാരിപ്പറമ്പ് 6ാം വാർഡിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. 115ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയം കൂടിയാണ് ഈ പാലം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ക്രമാതീതമായി പുഴയിലെ വെള്ളം ഉയരുകയും പാലം ഒലിച്ചു പോവുകയുമായിരുന്നു. ആശുപത്രിയിലേക്കോ സ്കൂളിലേക്കോ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ വലിയ മരം കുറുകെയിട്ട് കയറ് പിടിച്ചുകൊണ്ടാണ് ആളുകൾ ഇതുവഴി യാത്ര ചെയ്തത്. ഈയൊരു പ്രശ്നത്തിൽ പഞ്ചായത്തിൽ നിന്നും യാതൊരുവിധ നടപടികളും സ്വീകരിക്കാത്ത പക്ഷമാണ് 5 ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ തീരായം പാലം പുനർനിർമ്മിച്ചതെന്ന് പന്നിയോടൂരിലെ ഉഷ പറയുന്നു. പഞ്ചായത്തെല്ലാം അറിയിച്ചപ്പോൾ അവർ ഇതുവരെ അവരും വന്നിട്ടില്ല. നമ്മൾ ഇത് ഇങ്ങനെ വിവരമൊക്കെ പറഞ്ഞ് ഇത് പോയ അന്ന് തന്നെ അപ്പം തന്നെ എല്ലാം വിളിച്ച് പറഞ്ഞ് എന്നിട്ട് അവർ ഇന്ന് വരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മളെ കണ്ടിട്ടില്ല, എന്നെ കാണാണ്ട് വരുന്നുണ്ടോയെന്നൊന്നും നമ്മളറിയില്ല. പക്ഷേ ഇന്ന് വരെ അവർ വന്നിട്ടില്ല അവിടെ. അതുപോലെ തന്നെ മറ്റൊരു പാലമാണ് കുട്ടപ്പാലം. നിരവധി പേരുടെ ആശ്രയം കൂടിയാണ് ഈയൊരു പാലം. പന്നിയോട് കുട്ടപ്പാലം ആ ഏരിയയിലുള്ള ഒരു പാലമാണ്. അത് അവർക്ക് കടന്നു പോകാനുള്ള സാഹചര്യം അപ്പുറത്തായിരുന്നു. ഇപ്പോൾ അവിടെ കഴിഞ്ഞ ഈ പ്രളയത്തിന് ശേഷം അവിടുത്തെ പാലം ഒലിച്ചുപോയി. അവിടെ ഒന്നും പാലം കെട്ടാനുള്ള സാഹചര്യമില്ല. അപ്പോൾ ഇത് അങ്ങനെ തൊട്ട് ഇങ്ങ് വരെ ഒരു പാലത്തിൻ്റെ സ്ഥിതിഗതി അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള ഒരു പാലം വെച്ച് കെട്ടാനുള്ള സൗകര്യമുള്ളൂ. അങ്ങനെയാണ് ഇവിടുത്തെ ചിറ്റാറിമ്പ് പഞ്ചായത്തിലും മറ്റേ കോളയാട് പഞ്ചായത്തിലെ ആൾക്കാരും കൂടെ കുറച്ച് സഹായിച്ച് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയത് ചിറ്റാറിമ്പ് പഞ്ചായത്തിലെ ഇവിടുത്തെ ഉണ്ട് 125ഓളം കുടുംബങ്ങൾ ഇവിടെ താമസമുണ്ട്. എന്നാൽ അവർക്ക് കടന്നു പോകാൻ യാതൊരു പാലും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാലും ഇവിടുത്തെ ഭരണാധികാരികൾ ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ അംബേദ്കർ കോളനിയാണ്. എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഇന്ന് വരെ അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു റോഡുണ്ടോ? റോഡില്ല. സ്കൂളിൽ പോകാനുള്ള പിള്ളേർക്ക് കടന്നു പോകാനുള്ള ഒരു പാത പോലും ഇല്ല. അതുപോലും തിരിഞ്ഞു നോക്കാത്ത ഭരണാധികാരികളാണ്. പെരുവയും ചന്ദ്രോത്ത് ആക്കൻമൂലയും ബന്ധിപ്പിക്കുന്ന മറ്റൊരു പാലമായിരുന്നു ചന്ദ്രോത്ത് ആക്കൻമൂല പാലം. ഇതിന് സമീപത്തായി മറ്റൊരു കോൺക്രീറ്റ് നടപ്പാലം ഉണ്ടായിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും കനത്ത മഴയിൽ ഒഴുകിപ്പോയി. അതിനെ തുടർന്നാണ് സമീപത്തായി മുള കൊണ്ട് മറ്റൊരു തൂക്കുപാലം നിർമ്മിക്കുന്നത്. തങ്ങളുടെ ഉപജീവന മാർഗമായ തൊഴിലുകൾ വരെ മാറ്റിവെച്ചാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ചേർന്ന് 5 ദിവസത്തോളമായി പാലം നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ട്. ഇപ്പോൾ പാലം നിർമ്മിച്ചാലും അടുത്ത വർഷവും ഈ അവസ്ഥ തുടരുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. ദിവസങ്ങളായി വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ പോലും പോകുവാൻ പറ്റാത്ത അവസ്ഥയാണ്. ടൗണുകളിൽ മറ്റു ആവശ്യങ്ങൾക്ക് എത്തുവാൻ തന്നെ 9 കിലോമീറ്റർ ചുറ്റിയാണ് ഇവർ എത്തിച്ചേരേണ്ടത്. രാത്രികാലങ്ങളിൽ മറ്റ് വെളിച്ച സംവിധാനങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളായ നല്ലൊരു റോഡ്, പാലങ്ങളോ ഇവിടെ ഇല്ലെന്നാണ് ഇവിടുത്തെ കാഴ്ചകളിലൂടെ മനസ്സിലാകുന്നത്. ഇതിന് സമീപത്തായാണ് മറ്റൊരു പാലം സ്ഥിതി ചെയ്യുന്നത്. ഗതാഗത സൗകര്യം കൂടിയുള്ള കോൺക്രീറ്റ് പാലമാണ് കടൽകണ്ടം പാലം. 90% പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായിരിക്കുകയാണ്. തലശ്ശേരി PWD ഡിവിഷൻ മട്ടന്നൂർ DKH കൺസ്ട്രക്ഷന്റെ കീഴിലാണ് പാലത്തിന്റെ നിർമ്മാണം. പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നിരവധി കുടുംബങ്ങൾക്ക് ഏറെ സഹായകമാകുകയാണ് ഈ പാലം. നാട്ടിൽ നിരവധി വികസനങ്ങൾ നടപ്പാക്കുന്നുണ്ട്. എങ്കിലും കാട്ടിലെ അവസ്ഥ നേരെ വിപരീതമാണ്. ഇവിടെയും മനുഷ്യർ ജീവിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം അധികാരികൾ മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മീഡിയ 4 കൂത്തുപറമ്പ്. ചില കരുതലുകൾ നമുക്ക് ആത്മവിശ്വാസം നൽകും. സ്വർണം കരുതലും സമ്പാദ്യവുമാണ്. സ്വർണ്ണ വ്യാപാര രംഗത്ത് ഗുണമേന്മയിലൂടെ ജനമനസ്സുകൾ കീഴടക്കിയ കൂത്തുപറമ്പിന്റെ നമ്പർ 1 ജ്വല്ലറി. പെണ്ണിനെ പൊന്നഴകാക്കാൻ സ്വർണ്ണമഹൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. വിപുലമായ ശേഖരം, വിശാലമായ ഷോറൂം, വാഹന പാർക്കിംഗ് സൗകര്യവും. വിശ്വസ്തതയിലാണ് ആത്മബന്ധങ്ങൾ വളരുന്നത്. സ്വർണ്ണമഹൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, തലശ്ശേരി റോഡ്, കൂത്തുപറമ്പ്. ഫോൺ 049023633198 7025363198.